ഹലോ ആൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മെറ്റീരിയലിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിരിക്കുന്നത്. സ്ലീവ് പോർഷനും യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പാർട്ട് കാണാത്തവർ ചെന്നൊന്ന് കണ്ടു നോക്കുക. നമ്മൾ ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ആക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് അതിൻ്റെ ബാക്ക് സൈഡും വളരെ പെർഫെക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള തരത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്പും സ്കിപ്പ് ചെയ്യാതെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ വണ്ണമുള്ളവരൊക്കെ ഇങ്ങനത്തെ നമ്മൾ പ്ലീറ്റഡ് കുർത്തി ഇടുമ്പോൾ ഒന്നും കൂടി വണ്ണമുള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും യോക്കിൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, കാരണം ഇതിലെ എല്ലാ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ സ്പീഡ് കൂട്ടിയിട്ടൊന്നുമില്ല. എങ്ങനെയാണോ ഞാൻ സ്റ്റിച്ച് ചെയ്തത് അതേപോലെയാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റെപ്സ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് വെച്ചിട്ട് നെക്കാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു 4 ഇഞ്ച് അകലത്തിൽ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആം ഹോൾ എന്താ മെയിൻ ഫാബ്രിക്കിൻ്റെ കട്ട് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അത് നിങ്ങൾ നേരത്തെ പാർട്ടൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ മനസ്സിലാകും. നമ്മളിതിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. ഞാൻ ആ ഒരു നെക്ക് 4 ഇഞ്ച് അകലത്തിൽ വിട്ടിട്ട് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റിച്ചിൽ എത്താത്ത രീതിയിൽ മെയിൻ ഫാബ്രിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ കട്ട് ചെയ്തതിൻ്റെ പുറത്ത് കൂടിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കർവിൽ മാത്രം ചെറുതായിട്ട് നോച്ചസ് കൊടുക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് നമ്മൾ നോച്ചസ് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഒരു 2 സൈഡിലെ കർവിൽ മാത്രം ചെറുതായിട്ട് നോച്ചസ് കൊടുക്കുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിലും നിങ്ങൾ തേച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ടിപ്സൊക്കെ ഞാനിതിൽ പറയുന്ന ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് സെയിൽ ചെയ്യാനും കൂടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് ചലഞ്ചിൻ്റെ 2ാമത്തെ പാർട്ടാണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ ചെന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെക്കിലെ കർവ് പോർഷനിൽ മാത്രം നമ്മൾ ചെറിയ നോച്ചസ് നോച്ചസ് എന്ന് വെച്ചാൽ ചെറിയ കട്ടിംഗ് ആണ്. നമ്മൾ തയ്ച്ചതിൽ എത്താതെ വളരെ ചെറിയ രീതിയിൽ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോച്ചസ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ലൈനിങ് മുൻവശത്തേക്ക് മറിച്ചെടുക്കണം. നോച്ചസ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തയ്യലിൽ എത്താതെ വേണം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ലൈനിങ് ഫാബ്രിക് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. നമ്മൾ പുറത്ത് തീരെ സ്റ്റിച്ച് കാണാത്ത രീതിയിലാണ് ഈ ഒരു കുർത്തി തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പെർഫെക്ഷനിൽ ഉള്ളിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അയൺ ചെയ്തും കൂടിയിട്ട് എടുക്കാവുന്നതാണ്. അയൺ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ട് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെയാണ് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമ്മൾ പെർഫെക്റ്റായിട്ട് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ പുറത്ത് തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു 4 ഇഞ്ച് ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഉള്ളിൽ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു ഫ്രണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തയ്യൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ ഞാൻ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആം ഹോള് കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ലൈനിങ്ങിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഏരിയയിൽ നിന്ന് 1/4 ഇഞ്ച് അകലത്തിൽ അല്ലെങ്കിൽ 1/4 ഇഞ്ചിനേക്കാൾ കുറവായിട്ട് നിങ്ങൾക്ക് മെയിൻ ഫാബ്രിക്കുമായിട്ട് ആ ഒരു ലൈനിങ് ഫാബ്രിക് ചേർത്ത് തേച്ച് കൊടുക്കാം. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ഫാബ്രിക്കും ലൈനിങ് ഫാബ്രിക്കും തെന്നിപ്പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ഞാനത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ചിട്ട് മെയിൻ ഫാബ്രിക് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ ഏരിയ നമ്മൾ മെഷർമെൻറ്റ് വെച്ച് കട്ട് ചെയ്തതാണ്. ആ ഒരു ലൈനിങ്ങിലേക്ക് തന്നെ ചേർത്ത് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇഗ്നേഴ്സൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈനിങ് വെച്ച് ചെയ്യുന്ന കുർത്തികളിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് അത് ആ ഒരു ആം ഹോൾ ഏരിയ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷനാണ്. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലുള്ള യോക്ക് പോർഷൻ്റെ ഏരിയ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പാർട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ബാക്ക് പോർഷൻ. നമ്മുടെ ലൈനിങ് ഏരിയ, ലൈനിങ് ഫാബ്രിക്, ഇത് നമ്മുടെ മെയിൻ ഫാബ്രിക്. ഇതിലും നമ്മൾ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. സ്കിപ്പ് ചെയ്യാതെ കാണണം, കാരണം ഇതിൽ ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ വേറൊരു സ്റ്റെപ്പും കൂടിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് തേച്ചിട്ട് മറിച്ചെടുത്തിട്ട് കട്ട് ചെയ്യുന്നതല്ല. അതിന് മുന്നേ നമ്മളൊരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. 1/4 ഇഞ്ച് അകലത്തിൽ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നോച്ചസും കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ഏരിയയിൽ നിങ്ങൾ മിക്കവാറും സ്കിപ്പ് ചെയ്ത് അടുത്ത സ്റ്റെപ്പ് കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ആം ഹോൾ കട്ട് ചെയ്യരുത്. ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇതിൽ വേറൊരു സ്റ്റെപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റെഡിമെയ്ഡ് കുർത്തിയുടെ, നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന കുർത്തിയുടെ ഒരു പെർഫെക്ഷനിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ചാടിക്കയറിയിട്ട് മറിച്ചെടുത്തിട്ട് ആം ഹോൾ കട്ട് ചെയ്യരുത്. ഒന്ന് ശ്രദ്ധിച്ച് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മൾ മറിച്ചെടുക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റെപ്പാണ്, ഈ ഒരു സ്റ്റെപ്പാണ് നിങ്ങൾ മിക്കവാറും സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം നിങ്ങൾ മറിച്ചെടുത്തിട്ട് ആ ഒരു ആം ഹോൾ കട്ട് ചെയ്തിട്ടെടുക്കും. അങ്ങനെ കട്ട് ചെയ്യരുത്. ഇതേപോലെ ജസ്റ്റ് നമുക്കൊന്ന് മറിച്ചെടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്തിട്ടെടുക്കാം. മറിച്ചെടുത്ത് ജസ്റ്റ് ഒന്ന് മറിച്ചെടുത്ത് വെച്ചിട്ട് ഒന്ന് പെർഫെക്റ്റ് ആക്കിയിട്ട് അയൺ ചെയ്തെടുക്കുക. നമ്മളിതാ ആം ഹോൾ കട്ട് ചെയ്തിട്ടില്ല. ആം ഹോൾ കട്ട് ചെയ്യാതെ നമ്മുടെ ഫ്രണ്ട് യോക്ക് പോർഷനിലേക്ക് നമ്മുടെ ബാക്ക് യോക്ക് പോർഷൻ ഒന്ന് ചേർത്ത് വെക്കുക. ആം ഹോൾ കട്ട് ചെയ്യരുത് കേട്ടോ. കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫ്രണ്ടിലെ യോക്ക് പോർഷനിലേക്ക് നമ്മുടെ ബാക്ക് പോർഷൻ ചേർത്ത് വെക്കുക. നല്ല വശവും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചേർത്ത് വെക്കേണ്ടത്. നല്ല വശവും ഒന്ന് ചേർത്ത് വെക്കുക. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കിലെ യോക്ക് പോർഷനും ചേർത്ത് വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ നോർമലി ജോയിൻ ചെയ്യുന്ന പോലെ അല്ല നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഉൾവശത്ത് കാണാത്ത രീതിയിലുള്ള ജോയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മളിത് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പെർഫെക്ഷൻ ടിപ്സും നമ്മളിതിൽ ഫോളോ ചെയ്യുക. ഇനി നമുക്ക് ലൈനിങ് മറിച്ചെടുത്തിട്ട് ബാക്ക് പോർഷനിലുള്ള ലൈനിങ് മറിച്ചെടുത്തിട്ട് ഫ്രണ്ട് ലൈനിങ്ങുമായിട്ട് ചേർത്ത് പിടിക്കുക. ബാക്ക് ഫ്രണ്ടും ഉള്ള ലൈനിങ്സ് തമ്മിൽ ചേർത്ത് വെക്കുക. എന്നിട്ട് ജോയിൻ ചെയ്തെടുക്കുക. ഈ ഒരു ഏരിയ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബാക്കിലത്തെ ലൈനിങ്ങും ഫ്രണ്ടിലെ ലൈനിങ്ങും ഒരുമിച്ചാണുള്ളത്. ഇനി നമുക്കത് മറിച്ചെടുക്കാം. നമ്മുടെ ബാക്ക് സൈഡിലുള്ള ലൈനിങ് പീസ് ബാക്ക് സൈഡിലുള്ള മെയിൻ ഫാബ്രിക്കിലേക്ക് തന്നെ നമുക്കതൊന്ന് തിരിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് വരുന്നത്. ഷോൾഡേഴ്സ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലുള്ള പോലെ തന്നെ ബാക്ക് സൈഡിലും നമ്മുടെ സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഏരിയ കിട്ടും. അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങുമ്പോൾ അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. നമ്മൾ ബാക്ക് പോർഷന് മറിച്ചെടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ജോയിനിങ് കാണാത്ത രീതിയിൽ 2 ലൈനിങ്ങിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ജോയിനിങ് വരുന്നത്. നല്ല പെർഫെക്റ്റിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ലൈനിങ് ഫാബ്രിക് ഉള്ള കുർത്തീസ് തയ്ക്കുമ്പോൾ, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തയ്ക്കുമ്പോൾ ഈ ഒരു ഏരിയ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ ബാക്ക് സൈഡിലുള്ള ആം ഹോള് കട്ട് ചെയ്തെടുക്കുന്നത്. ആം ഹോള് കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ഫ്രണ്ട് ഏരിയ ലൈനിങ്ങിലേക്ക് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത പോലെ ബാക്കിലുള്ളതും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ആം ഹോള് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ബിഗിനർ അല്ല, നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ ഒരു സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പീഡിൽ കൂട്ടാതെ നോർമൽ സ്പീഡിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ഈ ഒരു വീഡിയോ ഉള്ളത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്പീഡ് കൂട്ടി വെച്ചിട്ട് കണ്ടു നോക്കുക. കാരണം സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡിമെയ്ഡ് കുർത്തിയുടെ പെർഫെക്ഷൻ കിട്ടാത്ത ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്യാന്നുള്ളൊരു ഓപ്ഷനും കൂടി ഉള്ളത് കൊണ്ടാണ് ഞാൻ നോർമൽ സ്പീഡിൽ വെച്ചിട്ട് സ്റ്റെപ്പൊന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണിച്ചു തരുന്നത്. ഈ ഒരു ഏരിയയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ തന്നെ ബാക്കിലും ചേർത്ത് വെച്ച് തേച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത്. ഞാൻ ആ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ കട്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ചേർത്ത് വെച്ചിട്ട് 1/4 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ആം ഹോൾ ഏരിയ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഉള്ളിലത്തെ ലൈനിങ്ങും പുറത്തെ മെയിൻ ഫാബ്രിക്കും വലിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ലോക്കൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം അത് നമ്മൾ സ്ലീവ് ജോയിൻ ചെയ്യുമ്പോഴും ആ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ജോയിൻ ചെയ്യാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പിൻകുത്തി വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. പിൻകുത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ച് സിമ്പിളായിട്ടാണ് ഈ ഒരു മെത്തേഡ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഫ്രണ്ടിലെയും ബാക്കിലെയും യോക്ക് പോർഷൻസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ സ്കേർട്ട് പോർഷൻ ജോയിനിങ്ങും സ്ലീവിൻ്റെ ജോയിനിങ്ങും നെക്സ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഫോളോ ചെയ്യുക. ഇത്രയും നമ്മൾ യോക്ക് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തത് പുറത്ത് സ്റ്റിച്ച് വരാത്ത രീതിയിൽ നമ്മൾ പെർഫെക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്ത പോർഷൻസ് നല്ലപോലെ ഒന്ന് കണ്ടിട്ട് ചെയ്ത് നോക്കുക. ചെയ്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി സ്ലീവിൻ്റെ അറ്റാച്ച് ചെയ്യുന്നതും സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്യുന്നതും ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. നമ്മൾ ചൊവ്വാഴ്ച ആണ് പൊതുവെ സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പം ഞാൻ ഇതൊന്ന് ഫ്രൈഡേയും കൂടിയിട്ട് ഇതിൻ്റെ പോർഷന് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി ആവും, നിങ്ങൾക്ക് ബോർ അടിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ നമ്മൾ നെക്കും അതിൻ്റെ ഷോൾഡർ സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിലുള്ള ഷോൾഡർ ജോയിനിങ്ങും ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ അപ്ലോഡ് ചെയ്ത കട്ടിങ് ചെയ്ത് നമ്മൾ യോക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തതിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യോക്കിലേക്ക് നല്ല പെർഫെക്റ്റായിട്ട്
സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിൽ സ്കേർട്ട് പോർഷൻ, നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ സ്കേർട്ട് പോർഷന് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ ഒരു ലൈനിങ് സ്കേർട്ട് പോർഷൻ്റെത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അതാണ് നമ്മൾ ഈ ഒരു യോക്ക് പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന പോലെയല്ല ഇതിൽ നമ്മൾ ചെയ്യുന്നത്. ബാക്ക് വശവും നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ചൊന്നും കാണാത്ത രീതിയിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ സ്റ്റെപ്സും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഫിനിഷിങ്ങിൽ നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിങ് മെറ്റീരിയൽ, ഫ്രണ്ട് പോർഷനിലുള്ള ലൈനിങ് മെറ്റീരിയലാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അതിന് നമ്മൾ നടുക്ക് കൂടി മടക്കിയിട്ട് സെൻറ്ററിലേക്ക് നമ്മൾ നോച്ചിട്ട് കൊടുക്കണം. ഫസ്റ്റ് നടുവിൽ കൂടി ഫോൾഡ് ചെയ്ത് മടക്കിയെടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ വളരെ ചെറിയൊരു നോച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറക്റ്റ് സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യോക്കിലും അതേപോലെ നോച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു നോച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് പോർഷൻ, ലൈനിങ്ങിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് മെറ്റീരിയൽ നമ്മുടെ യോക്ക് പോർഷൻ്റെ ലൈനിങ് മെറ്റീരിയലും ആയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോഴും നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ നല്ല വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് നമ്മൾ ചെയ്യുക. ഇപ്പോൾ നമ്മളിതാ രണ്ട് ലൈനിങ് മെറ്റീരിയൽസും, അതായത് യോക്കിൻ്റെയും സ്കേർട്ടിൻ്റെയും ലൈനിങ് മെറ്റീരിയൽസ് കറക്റ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ലൈനിങ് മെറ്റീരിയൽ മാത്രം, മെയിൻ ഫാബ്രിക് അല്ല, ലൈനിങ് മെറ്റീരിയൽ മാത്രം ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ലൈനിങ് മെറ്റീരിയലിന് പ്ലീറ്റ്സ് കൊടുക്കുന്നില്ല. കാരണം നല്ല ഒരു പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട്, വണ്ണമുള്ളവർക്കൊക്കെ ആ ഒരു ഒതുക്കം കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് നമ്മൾ ലൈനിങ് മെറ്റീരിയൽ പ്ലീറ്റ് കൊടുക്കാതെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. എ ലൈന് കട്ട് ചെയ്യുന്ന പോലെയല്ല, നോർമലി നമ്മൾ 4 പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും ജോയിൻ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ട് വീഡിയോസും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ചെന്നൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് കൺഫ്യൂഷൻസ് വരും. അപ്പോൾ കഴിഞ്ഞ 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കട്ടിങ്ങും യോക്ക് പോർഷനും നമ്മൾ ഷോൾഡറും നെക്കും ഒന്നും സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാത്തവർ ചെന്നിട്ടൊന്ന് കണ്ടു നോക്കുക. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. നമ്മുടെ ലൈനിങ് മെറ്റീരിയലിൽ സെൻറ്റർ നോച്ചിട്ട സ്ഥലത്ത് നമ്മുടെ യോക്ക് പോർഷൻ, കറക്റ്റ് സെൻറ്റർ പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തിയത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. മെയിൻ ഫാബ്രിക്കിൽ സ്റ്റിച്ച് എത്താത്ത രീതിയിൽ 2 ലൈനിങ് പോർഷൻസും മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഡാർക്ക് കളറിലുള്ള ത്രെഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. പ്ലീറ്റ്സ് ഒന്നും ഇല്ലാതെ, ഞൊറിവൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റായിട്ട് ലൈനിങ്ങിൽ മാത്രം നമ്മൾ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ നമ്മൾ ബാക്കിലും ഫ്രണ്ടിലും സ്റ്റിച്ച് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇപ്പോൾ അതിൻ്റെ ഉൾവശം വരുന്നത്. ഈ ഒരു പെർഫെക്ഷനിലാണ്, കാരണം തുണിയുടെ അറ്റമോ ത്രെഡോ ഒന്നും കാണാത്ത രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമലി ചെയ്യുന്ന പോലെ ചെയ്യാം, പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഉൾവശവും കൂടിയിട്ട് കാണുമ്പോൾ നല്ല പെർഫെക്ഷനിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്.
കാരണം നമ്മൾ ചെയ്തിട്ട് ഇൻ്റർലോക്ക് വെച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ലൊരു വൃത്തി വരുന്നത്, നല്ലൊരു ഫിനിഷിങ് വരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ ഉൾവശമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നമുക്കതിൻ്റെ മെയിൻ ഫാബ്രിക്, സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച നമ്മുടെ കുർത്തിയുടെ പോർഷൻ എടുക്കുക. നമ്മൾ ഇതിലേക്ക് പ്ലീറ്റ് വെച്ചിട്ടാണ്, അതായത് ഞൊറിവ് വെച്ചിട്ടാണ് ഫ്രണ്ട് മെയിൻ ക്ലോത്ത് അറ്റാച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ പോർഷൻ എടുത്തു വെക്കുക. സെയിം പോലെ തന്നെ നടുവ് കൂടെ മടക്കിയിട്ട് അതിന് നോച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ നോർമലി തേക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു 2x സ്പീഡിലിട്ട് കണ്ടാൽ മതി കേട്ടോ. ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടും കൂടിയുള്ളതായതുകൊണ്ടാണ് ഇത്രയും പതിയെ ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നത്. അതാ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത നോച്ചിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ യോക്ക് പോർഷൻ്റെ മെയിൻ ഫാബ്രിക്കിൽ ലൈനിങ് ചേർത്തല്ല, മെയിൻ യോക്കിൻ്റെ നല്ല വശത്തുള്ള മെയിൻ ഫാബ്രിക്കിൽ മാത്രം ഈ നമ്മുടെ സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക് പ്ലീറ്റ് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ലൈനിങ് മെറ്റീരിയലിൽ സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ ലൈനിങ്ങിൽ സ്റ്റിച്ച് ഇട്ടിട്ടില്ല, ലൈനിങ്ങിൽ പ്ലീറ്റ് ഇട്ടിട്ടില്ല, പക്ഷെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ പ്ലീറ്റ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ലൈനിങ് ഫാബ്രിക്കിൽ കൂട്ടി യോജിപ്പിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്കേർട്ടിൻ്റെ മെയിൻ ഫാബ്രിക്കും യോക്കിൻ്റെ മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് യോജിപ്പിച്ചിട്ട് പ്ലീറ്റ് വെച്ച് തയ്ച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബോക്സ് പ്ലീറ്റ് ചെയ്യാം. ബോക്സ് പ്ലീറ്റൊക്കെ ചെയ്യുമ്പോൾ ഒന്നിനു മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ കുറച്ച് അകലത്തിൽ വെച്ചിട്ട് തയ്ച്ചെടുക്കാൻ നോക്കുക. കാരണം വണ്ണമുള്ളവരൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര വണ്ണം തോന്നിക്കും. കാരണം മെറ്റീരിയലിൻ്റെ കട്ടി കൂടിയിട്ട് നമുക്ക് നല്ല വണ്ണമുള്ള പോലെ തോന്നിക്കും. നമ്മൾ നോർമൽ ഞൊറിവാണിടുന്നതെങ്കിലും കുറച്ച് അകലത്തിൽ ഓരോരോ ഞൊറിവായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്ലീറ്റിൻ്റെ മുകളിൽ ഒന്നിൻ്റെ ഒന്നായിട്ട് വരാതെ കട്ടി കൂടാതെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും നമ്മൾ ബാക്ക് സൈഡിലും ഫ്രണ്ട് സൈഡിലും നമ്മളത് ജോയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് സൈഡ് കാണുന്ന പോലെ തന്നെ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ഉൾവശവും കിട്ടിയിട്ടുണ്ട്. ഞാനതിപ്പോൾ നിങ്ങൾക്ക് മറിച്ച് കാണിക്കാം. ഈ ഒരു പെർഫെക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാനും നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. കാരണം നമ്മുടെ ഉള്ളിലുള്ള സ്റ്റിച്ചൊന്നും കാണാതെ നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമ്പോൾ, കാരണം നമ്മളല്ലല്ലോ ആ ഡ്രസ്സ് മറിച്ചൊന്നും നോക്കുന്നത്, കസ്റ്റമർ മറിച്ച് നോക്കുമ്പോൾ ഉള്ളിൽ നല്ല പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പോലെ സെയിലും കൂടെ കിട്ടും. ഇൻ്റർലോക്ക് ചെയ്യുന്ന സമയവും നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ ഇപ്പോൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലീവാണ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്ലീവിലും സെൻറ്ററിൽ നമ്മൾ നോച്ചിട്ട് കൊടുക്കുക. സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്ലീവ് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സെൻറ്ററിൽ മുട്ടുസൂചിയോ എന്തെങ്കിലും കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചെറിയൊരു സ്റ്റിച്ച് വെച്ച് അറ്റാച്ച് ചെയ്തതുകൊണ്ട് സ്ലീവിൽ മുട്ടാതെ വലിഞ്ഞു കിടക്കുകയോ സ്റ്റിച്ച് പിടിക്കാതെ വരികയോ ഒന്നും ചെയ്യില്ല. നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. മുട്ടുസൂചി ജസ്റ്റ് ഒന്ന് ബിഗിനറാണെങ്കിൽ കുത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. നമ്മൾ സ്ലീവിൽ ലൈനിങ് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവിലും ലൈനിങ് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 2.5 മീറ്റർ ഫാബ്രിക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമ്മളിതാ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോഡി ജോയിൻ ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മുടെ സ്ലീവിൻ്റെ രണ്ട് സ്ലീവിൻ്റെ അറ്റവും നമ്മൾ മടക്കി തയ്ച്ച് കൊടുക്കുക.
നമ്മളിത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ സ്ലീവ് തൊട്ട് നമ്മുടെ യോക്ക് പോർഷൻ്റെ ജോയിൻ്റ് ഉണ്ടല്ലോ അവിടം വരെ നമ്മൾ നോർമലി സ്റ്റിച്ച് ചെയ്യുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്ലീവിൽ നിന്നും നമ്മൾ യോക്ക് ജോയിൻ ചെയ്ത സ്ഥലത്തേക്ക് നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇൻ്റർലോക്ക് ഇട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഒരു ജോയിൻറ്റിൽ നിന്ന്, അതായത് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ അതിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ചല്ല വേറെ വേറെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ ആ ഒരു യോക്ക് പോർഷനും സ്ലീവും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് താഴത്തെ സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ് പോർഷനാണ്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ബൾക്കിനെസ് തോന്നിയിട്ട് ഭയങ്കര വണ്ണമുള്ള പോലെ തോന്നിക്കും. അപ്പോൾ ദാ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ഫാബ്രിക്കും രണ്ട് സൈഡിലുള്ള മെയിൻ ഫാബ്രിക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ യോക്ക് പോർഷനിൽ പോയിൻ്റ് ചെയ്ത് നിർത്തിയില്ലേ അവിടെ നിന്ന് നമ്മുടെ ലൈനിങ് പോർഷനും നമ്മുടെ മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഈ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ടിൻ്റെയും ഇടയിൽ സ്റ്റിച്ച് വരുന്ന രീതിയിൽ അതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കാരണം രണ്ടിൻ്റെയും ഉള്ളിൽ ഇടയിലായിട്ട് സ്റ്റിച്ച് വരുമ്പോഴാണ് നമ്മുടെ ഉൾഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും കഷ്ടപ്പെട്ടത് മൊത്തം നമ്മൾ ഉൾഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ജോയിനിങ്ങും നിങ്ങൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ഫിനിഷ് ചെയ്യേണ്ടി വരും. അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് എടുത്തത് നമ്മൾ ഷോൾഡറും നെക്കും ഒന്നും ത്രെഡ് കാണാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തതൊക്കെ വെറുതെ ആവും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ആക്കാം. ഇപ്പോൾ ദാ നമ്മുടെ ഉൾവശം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ആ ഒരു യോക്ക് സ്ലീവ് കൂടി ലൈനിങ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയും കൂടി ഉള്ളിലേക്ക് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ മടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെയും പോർഷനിൽ നമ്മൾ രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. അതേപോലെയാണ് ആ ഒരു പ്ലീറ്റഡ് ഏരിയയിലും സെയിം രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് സ്റ്റിച്ച് വരുന്നത്. ഷോൾഡറും അതേപോലെ തന്നെയാണ്, നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കാണിച്ച പോലെ അതേപോലെ തന്നെയാണ് നമുക്ക് വരുന്നത്. ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കി പോർഷൻസ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം കുറച്ച് വീതിയിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കുറച്ച് വീതിയിലാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഉള്ളിൽ വരുന്നത്. ആ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റർലോക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ലെങ്തി ആവുന്നതുകൊണ്ട് ഞാൻ ഇൻ്റർലോക്ക് ചെയ്യുന്നതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ വരുന്നത്. നല്ല പെർഫെക്ഷനിൽ കൈയൊക്കെ മടക്കി തേച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ത്രെഡ് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്ത സ്ഥലത്തും ത്രെഡൊന്നും കാണുന്നില്ല. ഞാൻ ഹെമ്മൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് നല്ലപോലെ പെർഫെക്റ്റായിട്ട് അയൺ ചെയ്തിട്ടാണ് എടുക്കാറുള്ളത്. താഴെ വശത്തും നമ്മൾ മടക്കി തേച്ചെടുത്തിട്ടുണ്ട്. നെക്ക് ഹെമ്മ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ലൈനിങ്ങിൽ നല്ല പെർഫെക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനിതിൻ്റെ എൻഡിൽ കാണിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. അപ്പോൾ മുമ്പുള്ള വീഡിയോസും നമ്മുടെ സ്യൂയിങ് ചലഞ്ചും എല്ലാവരും മാക്സിമം കാണുക. ആവശ്യമുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമ്മളിതിൻ്റെ ഫൈനൽ ലുക്ക് ഇതിൽ കാണിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഓർഡറാണ്. XXL സൈസുള്ള ഒരു കുർത്തിയാണ് നമ്മളിവിടെ ചെയ്തത്. നല്ല പെർഫെക്റ്റിൽ ഷോൾഡർ ജോയിനിങ്ങും നമ്മുടെ യോക്ക് പോർഷൻ ജോയിനിങ്ങും ഒക്കെ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്.
കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഉൾവശവും കൂടി നമ്മൾ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ ഒരു പെർഫെക്ഷനിലാണ് നമ്മുടെ ഓർഡേഴ്സ് എല്ലാം തന്നെ ഇരിക്കുന്നത്. ഒരാൾക്ക് നല്ല പെർഫെക്റ്റിൽ തയ്ച്ച് കൊടുത്താലാണ് നമുക്ക് അടുത്ത ഓർഡേഴ്സൊക്കെ കിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്